അങ്ങനെ നോമ്പൊക്കെ കഴിഞ്ഞ് ഇന്ന് പെരുന്നാളാണ് കേട്ടോ. നേരം വെളുത്ത് നീച്ച് അടുക്കളയൊക്കെ വന്നപ്പോൾ തന്നെ കാണുന്നത് ഇതൊക്കെയാണ് കേട്ടോ. ഉള്ളിയും തക്കാളിയൊക്കെ വെട്ടി നുറുക്കാണ്ട് ഉമ്മ ഇവിടെ റെഡിയാക്കി ഇങ്ങനെ വെച്ചേന് കേട്ടോ. അങ്ങനെ നേരെ ആ സ്ലൈസർ എടുത്താട്ട് എൻ്റെ കജ്ജ് തന്നാട്ട് പറഞ്ഞത് പോയി നേരെ നുറുക്കിയോട് എറിഞ്ഞിട്ടോ. ഞാൻ ആ സ്ലൈസറിനെ വെച്ച് ഇങ്ങനെ എരിഞ്ഞും ചെയ്തേ നല്ലോണം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് കോഴി കടായിയാണ് കേട്ടോ. അപ്പം നമ്മൾ ചെറുതായിട്ടൊന്ന് നുറുക്കിയാൽ മതി കേട്ടോ. ഉള്ളി പറ്റങ്ങോട്ട് കട്ടി കുറച്ചായിട്ട് എരിയേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം ഞാൻ കട്ടി കൂടുതലുള്ള ബ്ലേഡ് എടുത്താട്ടാണ് ടൈമിലാണ് കേട്ടോ എരിഞ്ഞുണ്ടാക്കുന്നത്. നിങ്ങളൊക്കെ എത്താ ഉണ്ടാക്കണ പെരുന്നാൾക്ക് പറയുമ്പോൾ ഇപ്പം റമദാൻ 30 ബിരിയാണിയും കോഴി ഇറച്ചിയൊക്കെ തന്നെ ആയിരുന്നാലും പെരുന്നാൾക്കുള്ളത് വേറൊരു ഊറ്റം തന്നെ കേട്ടോ. അങ്ങനെ ഉള്ളി നുറുക്കൽ കഴിഞ്ഞാൽ പിന്നെ നേരെ തക്കാളി എടുത്ത് മുറിച്ചിട്ടോ. കത്തിക്കൊന്നും ഒരു മൂർച്ചും ഇല്ല കേട്ടോ. അണച്ചം കൂട്ടാൻ നീച്ചാൻ ചാവില്ല വിചാരിച്ചിട്ട് ഞാൻ അതിനോട് തന്നെ ഒരു വെട്ടി നുറുക്കി ഉണ്ടാക്കിട്ടോ. അങ്ങനെ കണ്ട നുറുക്കലൊക്കെ കഴിഞ്ഞാട്ട് അവത്ത് വരേക്ക് ഇപ്പോൾ താത്ത അവിടെ കോഴിയൊക്കെ വെട്ടി നുറുക്കുണ്ടായിട്ടോ. അത് പിന്നെ കുറച്ച് വലിയ വെട്ടത്തി കൊണ്ട് കേട്ടോ വെട്ടി നുറുക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് വേഗം മുറിയിട്ടോ. പിന്നെ തലട്ടോതിയായിട്ട് പുതിയ സോപ്പൊക്കെ എടുത്തായിട്ട് നേരെ തിരുമ്പി കുളിച്ചാൻ വേണ്ടി പോയിട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ അവത്ത് കയറിയിട്ട് ഇതാണ് കേട്ടോ നമ്മളെ പെരുന്നാൾ കോടി. രസം ഉണ്ടെണ്ണയാളെ ഏതായിട്ട് ഞാൻ കണ്ണെ പിടിച്ച് വന്നാൽ എടുത്ത് പോകുന്നതാട്ടോ. കുറേ തെരഞ്ഞു കുത്തിർക്കാനൊന്നും ഇച്ചാവില്ല കേട്ടോ. എല്ലാ പീടിയിലും കയറി ഇങ്ങനെ നിരങ്ങാനൊന്നും. അതുകൊണ്ട് തന്നെ ഇച്ച് കണ്ണെ പിടിച്ച് വന്നാൽ എടുത്ത് പോകുന്നതാട്ടോ. ഇത് കാണാപ്പോൾ നല്ല മട്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. വലിയ തിരക്കടൊന്നും ആയിട്ട് തോന്നില്ല. നല്ല പുതിയ സോപ്പിൻ്റെ മണം അങ്ങനെ വരുന്നുണ്ട് കേട്ടോ. തലേന്നും മേത്തുനിന്നും ഒക്കെ ആയിട്ട്. പണ്ടൊക്കെ പെരുന്നാൾക്ക് ഒരു എണ്ണ വെച്ച് കുളിച്ചാലൊക്കെ ഉണ്ടായിന്. ഇപ്പം പിന്നെ അജാതി കുളിയൊന്നും ഇല്ല കേട്ടോ. ഫാൻ്റെ എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തൊക്കെ ചെയ്തേനെ കേട്ടോ. പക്ഷേ നമ്മൾ പള്ളിക്ക് പോകുമ്പോൾ എന്തായാലും വെള്ള തുണി എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അവിടെ ഉണ്ടായിരുന്ന വെളുത്ത തുണി ഇങ്ങോട്ട് എടുത്ത് പിന്നെ നേരെ പള്ളിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിട്ടോ. ബാപ്പ മുന്നിൽ ഇറങ്ങി അതിൻ്റെ ബേത്തിൽ തന്നെ ഞാനും ഇറങ്ങിട്ടോ. അല്ല എൻ്റെ കുപ്പായ രസം ഉണ്ടെണ്ണിയാളെ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പള്ളിയിലെത്തിട്ടോ. പള്ളിയിലെത്തിയപ്പോൾ ഓരോരുത്തരുടെ തക്ബീർ ഇങ്ങനെ ഉറക്ക ചെല്ലുണ്ടായിട്ടോ. പെരുന്നാൾക്ക് ഒരു രസമാണല്ലോ ഇങ്ങനെ കേൾക്കുമ്പം. നമുക്കെത്തോ ഒരു കുളിര് കയറുന്നതിലൊക്കെ ഒരു തോന്നലാട്ടോ ഇങ്ങനെ കേൾക്കുമ്പം. 7:45 പെരുന്നാൾ നിസ്കാരം. അതുവരെ ഞാനും അവിടെ കുത്തിരുന്നാട്ടോ ചെല്ലിട്ടോ. പിന്നെ മോലിയാർ വന്ന് നിസ്കാരം കുത്തുബയൊക്കെ കഴിഞ്ഞ് പള്ളിക്കന്ന് എല്ലാവരും ഇറങ്ങിട്ടോ. പുറത്ത് വെള്ളം കൊടുക്കേണ്ടതെന്ന് കണ്ടപ്പോൾ അവിടെയുള്ള ഒരു ജനാവലി നോക്കിയാണ് നിങ്ങൾ അവിടെ തിരക്കിട്ടോ. ഇപ്പം അതിൻ്റെ ഇടയിൽ കൂടെ പോയാൽ എത്തായാലും വെള്ളം കിട്ടൂല എന്നല്ല കണ്ടാൽ തന്നെ അറിയട്ടോ അവിടെ ഉള്ള തിരക്കുകൊണ്ട്. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോയില്ലട്ടോ. പിന്നെ ചങ്ങായിമാരുമായിട്ടൊക്കെ ഓരോ ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ നേരെ ഖബർ സിയാർത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിപ്പോയിട്ട് എല്ലാവരും കുടുംബക്കാരെല്ലാവരും ഉണ്ട് കേട്ടോ. ഞങ്ങളെ കുടുംബക്കാർ കുറേ ആൾക്കാർ ഇവിടെ മരിച്ച് കിടക്കുന്നുണ്ട് കേട്ടോ. പഠിച്ചോനെ ഏതായിട്ടും എല്ലാവരും ഖബറും നല്ല സുഖത്തിലാക്കി കൊടുക്കട്ടെ. ഞമ്മക്ക് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കാം. നാളെ നമ്മളും ഇതിൻ്റെ അടിയിൽ വന്ന് കിടക്കേണ്ടി പോലെ തന്നെ ആയിരുമല്ലോ. നമ്മളൊക്കെ മരിച്ചു പോകുമ്പോഴും ആരേലും ഉച്ചക്കൊക്കെ നമ്മളെ ഖബറിൻ്റെ അടുത്തൊക്കെ വന്ന് ദ്വാരക്കാണ്ടായാൽ മതിയെന്നില്ലേ. ഉമ്മൻ്റെ ഉമ്മയും ബാപ്പൻ്റെ ഉമ്മയും ഉമ്മൻ്റെ ബാപ്പയും ബാപ്പൻ്റെ ബാപ്പയും ഒക്കെ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളെ കുടുംബക്കാരെല്ലാവരും കൂടിയായിട്ടുള്ളൊരു കൂട്ട സിയാർത്ത് തന്നെ കഴിഞ്ഞിട്ടോ. പഠിച്ചോ എല്ലാവർക്കും പുറത്തു കൊടുക്കട്ടെ. അങ്ങനെ സിയാർത്തൊക്കെ കഴിഞ്ഞ് പള്ളിൻ്റെ മുറ്റത്ത് നിന്ന് ഒരു ഫോട്ടോ എടുത്തായിട്ട് ഞങ്ങളെല്ലാവരും ഇറങ്ങിട്ടോ. പിന്നെ നേരെ വെള്ളം കൊടുക്കുന്നിടത്തേക്ക് പോയി. അപ്പോഴത്തിന് കുറേ തിരക്കൊക്കെ കുറഞ്ഞിട്ടുണ്ടായിട്ടോ. അവിടെ വെള്ളം കൊടുക്കുന്നത് നമ്മളെ സജീവ പ്രവർത്തകരായിട്ടുള്ള മോലിയാർട്ടികളൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഒരു ഗ്ലാസ് ബത്തക്ക വെള്ളം വാങ്ങിയിട്ട് ഞാനും കുടിച്ചിട്ടോ. പിന്നെ ചങ്ങായിമാരുമായിട്ട് കുറച്ച് നേരം വർത്താനം പറഞ്ഞ് ഉത്തരനാട്ട് നേരെ പെരേക്ക് പോന്നിട്ട് പള്ളിയിൽ നിന്ന് ഇരിഞ്ഞ് വന്നിട്ട് നേരെ പോയത് പെരേത്തെ അടുക്കളയൊക്കെയാണ് കേട്ടോ. എത്തൊക്കെ ഇവിടെ ആക്കിയത് ഉണ്ടാക്കി കഴിഞ്ഞിണോന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പോയൊക്കെ ഇപ്പോൾ ചോറായതിന് പായസം ഒരു തലക്കൽ ഇങ്ങനെ തിളക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ താത്ത എന്നോട് അറിഞ്ഞ് ഒന്ന് ഇളക്കി എടുത്ത ആളറിഞ്ഞിട്ടോ. അങ്ങനെ ഞാനത് നല്ലോണം ഇളക്കിയെടുത്ത് കോഴി ഇവിടെ പൊരിച്ച് വെച്ച് കഴിഞ്ഞ് ഇപ്പോൾ കടായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിക്കുള്ള മസാല ഉണ്ടാക്കുക കേട്ടോ. പിന്നെ ഞാൻ താത്താപ്പൂത്തിന് കുളിച്ചാൻ വേണ്ടിയൊക്കെ ഒരുങ്ങലെടുത്തിട്ടോ. അങ്ങനെ നമ്മൾ നേരത്തെ പെട്ടി നുറുക്കിയ ചുള്ളിയും തക്കാളിയൊക്കെ എടുത്തിട്ട് ഒരു ചെമ്പുടുക്കൊക്കെ ഇട്ടിട്ടോ. അങ്ങോട്ട് പിന്നെ നല്ലോണം ഇളക്കിയെടുത്ത് ഒരടുപ്പം വരെ കടായി ഉണ്ടാക്കുമ്പോൾ അപ്പുറത്തെ അടുപ്പമേ പായസം തിളക്കുണ്ടായിട്ടോ. ഈ ഒരു ടേസ്റ്റി സ്റ്റോറീസിൻ്റെ മസാല കിട്ടിയോണ്ട് നല്ല സുഖമാണ് കേട്ടോ. ഇപ്പോൾ കടായി ഉണ്ടാക്കാനൊക്കെ ഇട്ടിട്ടെടുത്താൽ മതി കേട്ടോ. ഇതിൽ നിന്ന് കുറച്ച് കോരിയിട്ട് എന്നാൽ പിന്നെ ഇപ്പം മുളകൊന്നും വേറെ തുണ്ടല്ലോ. അങ്ങോട്ട് അത് നല്ലോണം ഇളക്കിയും കൊടുത്താൽ മതി കേട്ടോ. ഒരു തലക്കൽ ഞാൻ കടായി ഉണ്ടാക്കി നല്ലോണം ഇളക്കുമ്പോൾ അപ്പുറത്തെ തലക്കൽ കാക്കത് അവിടെ പായസം നല്ലോണം ഇളക്കി എടുക്കുന്നുണ്ടായിന് കേട്ടോ. അങ്ങനെ ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോണം ബാടി വന്നപ്പോൾ പിന്നെ നമ്മൾ നേരത്തെ പൊരിച്ച കോയില്ലേ അതായിക്ക് ഓരോന്നായിട്ട് അങ്ങനെ പുറക്കിട്ടെടുത്തിട്ടോ. അങ്ങോട്ട് പിന്നെ ആക്കോട് നല്ലോണം ഇളക്കി എടുത്തിട്ടോ. കോയിമേൽ നല്ലോണം മസാല പൊടിച്ചോളം ഇളക്കി എടുത്ത് അപ്പോൾ അതിന് പായസം വെന്തതിനായിട്ട്. അപ്പോൾ പായസത്തിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള തേങ്ങാപ്പൂൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരെ ഔത്ത് കയറിപ്പോയിട്ട് തേങ്ങ എടുത്താട്ട് പൂണ്ടിട്ടോ. തേങ്ങാപ്പൂളാക്കി എടുത്താട്ട് ചെറിയ കണ്ടം കുനുകുനാക്കി ഇങ്ങനെ എരിഞ്ഞെടുത്തിട്ടോ. അത് കഴിഞ്ഞാൽ അടുപ്പത്ത് നേരെ ചീഞ്ചട്ടി കയറ്റി വെച്ചിട്ടോ. ചീഞ്ചട്ടിക്ക് പിന്നെ നേരെ കുറച്ച് നെയ്യാക്കിയിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച തേങ്ങാക്കൊത്തില്ലേ തേങ്ങാക്കൊത്തും പിന്നെ അണ്ടി മുന്തിരിയായി ഇട്ടെടുത്തിട്ടോ. എന്നിട്ട് പിന്നെ അത് നല്ലോണം ബാട്ടിരുത്താട്ടോ. ഒന്ന് ആയപ്പോൾ ഞാനിതാ നമ്മളെ പായസത്തിൽ ഇട്ടെടുത്തിട്ടോ. അങ്ങനെ പായസം തൂമ്പിച്ചാലും കഴിഞ്ഞിട്ടോ. ബാക്കി ഉണ്ടായിനൊക്കെ പാത്രത്തിൽ നിന്നും ചട്ടിയിൽ നിന്നൊക്കെ നല്ലോണം പഠിച്ചാട്ടിച്ചേക്ക് കോരിട്ടെടുത്തിട്ടോ. അപ്പോൾ കണ്ടില്ലേ നമ്മളെ പായസം നല്ല മട്ടല്ലേ. അങ്ങനെ പിന്നെ അവർക്ക് കഴിഞ്ഞപ്പോൾ ഓരോരുത്തരായിട്ട് ബെരലെടുത്തിട്ടോ പെരേക്ക് കുട്ടികളൊക്കെ. അപ്പോൾ കുട്ടികൾക്കൊക്കെ നമ്മൾ ആദ്യം തന്നെ ഓരോ ഗ്ലാസ് പായസം ഇങ്ങനെ എടുത്തെടുത്ത് പെരുന്നാൾ തണ്ടി പോകുന്നതാണ് കേട്ടോ. എല്ലാവരും ഇപ്പം നല്ല ഊറ്റത്തിലാണ്. പുതിയ കുപ്പായും പാൻറ്റും ഷൂസും ഒക്കെ ഇട്ടാണ് കേട്ടോ എല്ലാവരും. അങ്ങനെ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ ചോറുന്നാനും വേണ്ടി ഒരുങ്ങിട്ടോ. ചോറുന്നാനും വേണ്ടി നമ്മളെല്ലാ സാധനങ്ങളും ഇവിടെ എടുത്ത് വെച്ചിട്ടോ. ടേബിൾ മേൽ ഇങ്ങനെ നേരത്തെ എടുത്തി ഓരോന്ന് പച്ചക്കറി ബിരിയാണിയും കോഴി കടായി ആയിട്ട് ഉണ്ടാക്കിയത് നമ്മളവിടെ. ഇറച്ചി പിന്നെ നമ്മൾ വാങ്ങിയില്ല കേട്ടോ. അതിൻ്റെ പകരം കുറച്ച് കോഴി പൊരിച്ചതും ഉണ്ടായിനി. പിന്നെ അച്ചാറും തൈരും പപ്പടവും ഒക്കെ ഉണ്ടായിനി കേട്ടോ.
കുട്ടികളൊക്കെ ആദ്യം തന്നെ ടേബിളിൻ്റെ ചുറ്റും കയറി കുത്തിർന്നിട്ടോ. അങ്ങോട്ട് പിന്നെ ബാപ്പായിക്ക് ഓരോരുത്തർക്കായിട്ട് ഇങ്ങനെ വിളമ്പി എടുത്തിട്ടോ. ഇന്നിപ്പോൾ ഇവിടെ ചില്ലിൻ്റെ ബസ്സിലൊക്കെ ഇട്ടോ ചോറ് വിളമ്പി തിന്നുന്നത്. സാധാരണ നമ്മൾ വിളമ്പി തിന്നൽ സാധാരണ ബസ്സിലാണല്ലോ. പെരുന്നാളൊക്കെ ആകുമ്പോൾ ചേക്കത്തൊക്കെ പുറത്തിറക്കി എടുക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഊറ്റായി വരും. കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഒരു പുതിയ ബസ്സിൽ കിട്ടുമ്പോഴേ ആയിട്ട് തിന്നും ചെയ്തോളും. ഇച്ചുള്ള ഒരു ബസ്സിക്ക് ഞാനും വിളമ്പിട്ടോ. അങ്ങോട്ട് ഞാനും നല്ലോണം തിന്നലെടുത്തി. പെരുന്നാൾക്ക് നമ്മൾ നേരം വെളുത്താട്ട് തന്നെ ചോറ് തിന്നിട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോരുത്തർക്ക് തണ്ടി പോലാണ്. ചോറയപ്പോൾ കഴിഞ്ഞ് പിന്നെ എല്ലാവരും നീച്ച് പോയിട്ടോ. ഞാനും പിന്നെ ഒടുവിനെ നീച്ചിട്ടോ. നീച്ചാട്ട് നമ്മളെ ബസ്സൊക്കെ എടുത്ത് കൊണ്ടുവച്ചേ. പിന്നെ നേരെ പുതിയ തുണിയും കുപ്പായം എടുത്തെടുത്താട്ട് പായസം എടുത്ത് കുറച്ച് കുടിച്ചിട്ടതിന് നല്ല ചൂടുള്ള പായസം കഴിഞ്ഞിട്ടോ. ആദ്യത്തെ മുറുക്കിൽ തന്നെ നമ്മളെ തൊള്ള പൊള്ളിട്ടോ. കടായിക്ക് കുറച്ച് എരിവ് വേറെ ഉള്ളതുകൊണ്ട് തന്നെ പായസം എടുത്ത് കുടിച്ചാന്ന് വിചാരിച്ചത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഓരോ ബൈക്ക് ഇങ്ങനെ ഇറങ്ങി പോലെടുത്തിട്ടോ. ആദ്യം തന്നെ തറവാട്ടിക്ക് പോയേ കുട്ടികളൊക്കെ മുഖത്തുള്ള ഒരു ഊറ്റം നോക്കിയാണ് ഈ മൈലാഞ്ചിട്ടതൊക്കെ അങ്ങനെ കാട്ടിയും തരുന്നുണ്ട്. അങ്ങനെ അവിടുന്ന് ഒരു ഗ്ലാസ് മുന്തിരി ജ്യൂസ് വാങ്ങി കുടിച്ചിട്ടോ. എത്തൊക്കെ പൈറ്റ വാങ്ങിയത് പുതിയ തുണിയും കുപ്പായവും കണ്ണാടിയും കുറേ ഉണ്ട് കേട്ടോ. തറവാട്ടിൽ നിന്ന് നേരെ ഇറങ്ങിയിട്ട് പിന്നെ അമ്മായിൻ്റെ അടുത്തേക്ക് പോയിട്ട് അപ്പോൾ അവിടുത്തെ ചെക്കനൊക്കെയാണ് എൻ്റെ അടുത്ത് ലൈറ്റ് എത്തുന്ന വാച്ചൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് അതിന് ഈ ലൈറ്റൊക്കെ കത്തിച്ച് കാട്ടി തന്നിട്ടോ. അവിടെ വരുന്നവർക്ക് മുഴുവനായി കാട്ടിയെടുക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവിടുന്ന് ഒരു ഗ്ലാസ് വെള്ളം വാങ്ങി കുടിച്ചേ. പിന്നെ നേരെ ഇളയമ്മൻ്റെ അടുത്തേക്ക് വന്ന് ഇളയമ്മൻ്റെ അടുത്ത് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടോ. എല്ലായിടത്തും വെള്ളം തന്നെ ഇട്ടെന്ന്. പിന്നെ പള്ളിക്ക് പോകാൻ നേരമായപ്പോൾ തന്നെ നേരെ പെരേക്ക് കയറി പോന്നിട്ടോ. അപ്പോൾ പെരയിൽ ഇളാപ്പ കുത്തിരക്കുണ്ടായിന്. ജുമ കഴിഞ്ഞ് പള്ളിക്കന്ന് വന്നപ്പോൾ തന്നെ വണ്ടിമേൽ ഇതാ കാക്ക തൂറി കാണുന്നുണ്ട് കേട്ടോ. ഈ കാക്കച്ചക്കൊക്കെ പെരുന്നാക്കെങ്കിലും ഒന്ന് റെസ്റ്റ് എടുത്തൂടെ. അങ്ങനെ നേരെ പിന്നെ വണ്ടി വെള്ളം അടിച്ചാട്ട് നല്ലോണം തേച്ചോറുണ്ടാക്കിട്ടോ. പിന്നെ വണ്ടി തുടക്കലൊക്കെ കഴിഞ്ഞാൽ നേരെ വണ്ടിമേ കയറി പോലെടുത്തിട്ടോ. പെങ്ങന്മാരാർക്ക് 3 പെങ്ങന്മാരാടിയുമാണ് കേട്ടോ നമുക്കിപ്പം എത്തുക. കാക്കൻ്റെ 2 കുട്ടികളുണ്ടായിട്ട് എൻ്റെ ഇപ്പം. അങ്ങനെ ആദ്യം തന്നെ നടുവത്തെ പെങ്ങളാടുക്കാട്ടോ പോയത്. അവിടുത്തെ ഒരു കൈതച്ചക്കൻ്റെ വെള്ളം അടിച്ച് വെച്ചിട്ട് ഓള് നേരം കൂടെ എടുത്തന്നെ ചോറ് പിന്നെ ഞങ്ങൾ മാണ്ടാറിഞ്ഞിട്ടോ. പിന്നെ കുട്ടികളൊക്കെ തളക്കലായിട്ട് അവിടെ കിടന്ന് അതിലേക്ക് പിന്നെ അങ്ങോട്ട് കണ്ടുമുട്ടിയ പിന്നെ ഉണ്ടായാരെ കാണാത്ത മാതിരി ആയിക്കാരട്ടോ. അപ്പോൾ തന്നെ ഔത്തായിട്ട് ഒരുത്തൻ പടക്കത്തിൻ്റെ ചാക്കുമായിട്ട് വന്നിട്ടോ. അങ്ങനെ ഞാനും കുറച്ചെടുത്തായിട്ട് പൊട്ടിച്ച് നോക്കിയ പടക്കം എന്താ മാതിരി അറിയാൻ വേണ്ടിയിട്ട് കാറ്റും കൂടെ അടിച്ചിട്ടാന്ന് തോന്നുന്നത്. തിരിച്ചൊന്നും മര്യാദയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ല കേട്ടോ. ഒരു കൂട്ടർ ഇവിടെ ബലവും പേർപ്പിച്ചിന തിരക്കിലാട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ അടുത്ത പെങ്ങളെ പേരേക്ക് പോയിട്ടോ. അവിടുത്തെ പോൾ അവിടെ അല്ലേ കേട്ടോ. അപ്പം ഞങ്ങളവിടെ ഫ്ലാറ്റായേ. ഏതായിട്ടും ബന്ധതല്ലേ കുറച്ച് നേരം കൊയക്കാറ്റിട്ടൊക്കെ പോകാൻ വിചാരിച്ചിട്ട് അവിടെ കയറി കുത്തിർന്നിട്ടോ. തലൻ്റെ അറിവിലാണെങ്കിൽ ഏതോ ഒരു വിമാനമുണ്ട്. അവിടെ കാറ്റോയ ഒരു വിമാനം തൂക്കിയിട്ട് തന്നിട്ട് എത്തിന് തൂക്കിയിട്ടതാണാവോ. അവിടുന്നാണ് നമുക്ക് ഫ്രൂട്ട് സലാഡായിട്ട് കിട്ടിയത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഊറ്റായിട്ടോ. അങ്ങനെ അവിടുന്ന് നേരെ ഇറങ്ങിയിട്ട് പിന്നെ അടുത്ത പെങ്ങളെ വരേക്കും പോയി. അവിടുത്തെ പൊരുത്തം നീച്ച് വരികയായിട്ട് ഉറങ്ങിയായിട്ട് നല്ല ഉറങ്ങിയണേ. അവിടുന്ന് മാങ്ങൻ്റെ ജ്യൂസും കിട്ടിട്ടോ. പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി ഇറങ്ങിയിട്ട് അവിടെ താഴത്തുള്ളൊരു പെരേക്ക് പോയിട്ടോ. അവിടെ ഒരു വലിയ പെരുണ്ട്. അവിടെ നല്ല രസമാണ് അറിഞ്ഞിട്ട് അങ്ങനെ അവിടെ കുറച്ച് നേരം ഫോട്ടോ എടുത്ത് കുത്തിരുന്നിട്ട് പിന്നെ നേരെ പെരേക്ക് തന്നെ പോന്നിട്ടോ. പെരേക്ക് പോരുമ്പോൾ തന്നെ വണ്ടിമേലെ ആൾ കൂടിയിട്ടോ. വേഗം പോകുന്നതാണ് കേട്ടോ. ഞാൻ അയലക്കത്തുള്ള പെരേക്കൊന്നും മുഴുവൻ പോയി കഴിഞ്ഞില്ല കേട്ടോ. പിന്നെ നമ്മൾ അയലക്കത്തുള്ള ഓരോ പെരേക്ക് ഇറങ്ങി പോയിട്ടോ. ആദ്യം തന്നെ ഇളയമ്മൻ്റെ അടുത്തേക്ക് ഒന്നുകൂടി പോയി നോക്കിയപ്പോൾ അവിടെ പാലായിക്ക ഉണ്ടായിട്ടോ. അവിടെയാണ് വേറെയും കുറേ വിരുന്നാരൊക്കെ വന്നിട്ടോ. അമ്മായിൻ്റെ കുട്ടികളും മക്കളും ഒക്കെ ആയിട്ട് എല്ലാവരും പുതിയ കുപ്പായ കെട്ടതിൻ്റെ നല്ല ഊറ്റത്തിലാണ് കേട്ടോ. പെരുന്നാൾക്ക് ഏതായിട്ട് എന്തൊക്കെ വേറെ രസം തന്നെ അല്ലേ. ഇതിപ്പോൾ നമുക്ക് എന്നും ഇല്ലല്ലോ. ഒരു കൂട്ടർ തിന്നുമ്പോൾ ഒരു കൂട്ടർക്ക് മാണ്ട അറിഞ്ഞിട്ട് അവിടെ കുത്തിരക്കുണ്ട് കേട്ടോ. അവിടുത്തെ തീറ്റയും കൂടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും കൂടി നേരെ ഇറങ്ങിയിട്ട് ഇപ്പുറത്തുള്ള ഇളയമ്മൻ്റെ പെരേക്ക് പോയിട്ടോ. എല്ലാവരുടെയും ആണ് കേട്ടോ പോകുക. അല്ലെങ്കിൽ പിന്നെ എല്ലാവർക്കും പരാതിയായി വരും കേട്ടോ. അങ്ങനെ അവിടെ പിസ്തൻ്റെ വെള്ളം ഉണ്ടായിനി അവൻ കുടിച്ചിട്ടോ. പിന്നെ കുറച്ച് നേരം വർത്താനം പറഞ്ഞ് കുത്തിർന്നപ്പോൾ തന്നെ നേരം മോന്തിയായിട്ടോ. മരിബാങ്ക് കൊടുക്കുമ്പോൾ ഞാൻ മെല്ലെ അങ്ങനെ പെരേക്ക് കയറി പോന്നേ. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ പെങ്ങന്മാരൊക്കെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പേരിലെടുത്തിട്ടുണ്ടായിട്ടോ. ഓല് കുറച്ചൊക്കെ ഓരോരുത്തർ ബന്നോലായിട്ട് ഇങ്ങനെ ചോറളമ്പി ബേച്ചലെടുത്ത് എല്ലാവർക്കും നല്ല കുഴക്കാണ്. വേഗം കടന്നുറങ്ങണം പറഞ്ഞിട്ടോ. അതിറ്റൊക്കെ അല്ല ഉറങ്ങണം. അതിറ്റ് ഞാൻ ഉറങ്ങൽ തന്നെ ഉണ്ടാവില്ല. ബാക്കിയുള്ളവരിട്ട് ഉറങ്ങാൻ അയക്കൂല്ല. അച്ഛക്കായി വരും. ഏതായിട്ടും ഇനി 2 ദിവസത്തിന് നോക്കണ്ട. ഒച്ചും പടി നായാട്ടുമായിട്ട് അങ്ങനെ കഴിഞ്ഞ് പോലായി വരും. അപ്പോൾ തന്നെ ഒരു കൂട്ടർ ഇവിടെ പുറത്തിറങ്ങി പടക്കും പൊട്ടിച്ചെടുത്തിന് കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വലിയ അളയും വന്നിട്ടോ. വലിയ അളയും വന്നപ്പോൾ ഒരു കീസിൽ നിറച്ച് സിപ്പപ്പ് ഉണ്ടോന്നതിന്. അപ്പോൾ പിന്നെ കുട്ടികളൊക്കെ 4 തലക്കൊന്നും അതിന് കടിയോടെ എടുത്തിട്ടോ. റബ്ബേ പറയണ്ടായിട്ട് ഞങ്ങളെ കാര്യത്തെ ഒന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അതിമേ അങ്ങോട്ട് കെട്ടി മറിയില്ല. അപ്പോൾ താത്ത വന്നാട്ടോ എല്ലാവരെയും ഒന്ന് വലിച്ച് വാങ്ങിയിട്ട് ഞാൻ അങ്ങോട്ട് തരാറിഞ്ഞാട്ടോ വലിച്ച് വാങ്ങിയിട്ടോ. അതിനൊക്കെ തെയ്യോ എന്നുള്ള ബേജാറാട്ടോ. അങ്ങനെ താത്ത എല്ലാവർക്കും ഓരി വെച്ച് കൊടുത്തിട്ടോ. വലിയവർക്കാണെങ്കിൽ അതിലേറെ വലുതാട്ടോ. ഞമ്മക്കും വേണം പറഞ്ഞിട്ട് ഒരു കൂട്ടർക്ക് കുൽഫി തിന്നുമ്പോൾ ഒരു കൂട്ടർക്ക് മണവാട്ടി കിട്ടിയ ഊറ്റത്തിലാട്ടോ. ഒരു കൂട്ടർക്ക് മഞ്ചാടിയാണ് കിട്ടിയത്. മണവാട്ടി ഞാനും കജ്ജി വാങ്ങിയിട്ട് ഞാനും ഒന്ന് തിന്നോ കിട്ടച്ചേക്ക് ഉണ്ട് അറിയാൻ വേണ്ടിയിട്ട്. ഇത് നല്ല രസമുണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ടില്ല നിങ്ങൾ പാത്രം സെറ്റൊക്കെ ആയിട്ട് പെരേന്ന് കളിച്ചാൻ വേണ്ടിയിട്ട് ഒരുങ്ങി പോകുന്നതാട്ടോ. ഒരുത്തം ഇവിടെ ബെഡ്മേ കയറിയിട്ട് ഫാനും ലൈറ്റ് ഇടുന്ന തിരക്കിലാട്ടോ. അതിന് പിന്നെ ഉച്ചയ്ക്കത്തൊക്കെ ഓരോ തിരുപ്പൊടി പണിയാണ് ഉണ്ടായാൽ ഒരാളിത് അപ്പോൾ തന്നെ ഇവിടെ തൊട്ടിലെ കയറമേ കയറി ആടുണ്ട് കേട്ടോ. അങ്ങനെ ഓരോരുത്തരെ തൊഴിലുമായിട്ട് ഇങ്ങനെ നടക്കുക കേട്ടോ. അപ്പോഴാണ് കേട്ടോ താത്ത അവളെ ബാഗിൽ നിന്ന് ഇങ്ങോട്ട് എത്തുമെന്ന് പുറത്തെടുക്കണത്. അപ്പം നോക്കുമ്പോൾ കഞ്ഞിട്ടോ. ഒരു പാത്രം നിറച്ച് കഞ്ഞിട്ടോ. ഇത് ഓളെ കുട്ടിക്ക് കൊടുക്കാനുള്ളതാണ് അറിഞ്ഞിട്ടോ. ഓള് ഇങ്ങോട്ട് ഇതിറ്റങ്ങളൊക്കെ ഒരു പോള നോക്കിയാണ് നിങ്ങൾ നോമ്പർപ്പിച്ചലിന് പുറത്ത് കുക്കറി ഷോ നടത്തിയോലും ഇപ്പോൾ ഇതാ വലിയ പാത്രമൊക്കെ ആയിട്ട് ബന്ധനം കേട്ടോ. ഓലിപ്പോൾ ഔത്താണ് കുക്കറി ഷോ നടത്തുന്നത്. ഒരു കൂട്ടർ കുക്കറി ഷോ ഇവിടെ നടത്തിക്കൊണ്ട് നിൽക്കുമ്പോൾ ബാക്കിയുള്ളവർ ബെഡ്മേ കയറി നേരങ്ങണ തൊഴിലാട്ടോ. ഇനിയിപ്പോൾ 2 ദിവസത്തിന് ഇവിടെ നോക്കേണ്ടി വരില്ല. ഉച്ചയ്ക്ക് ഓരോ പിരാന്തായി വരും. അങ്ങനെ അളയും വന്നപ്പോൾ അളിയൻ്റെ ഇപ്പോൾ ഒരു ബസ്സിൽ ചോറാളുമ്പോയിട്ട് ഞാനും തിന്നിട്ടോ. പിന്നെ വേഗം പോയി കടന്നുറങ്ങി.